ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല അടിപൊളി കിടിലൻ സ്മാർട്ട് ഫോൺസ് ഈ മാസം, അതായത് ജൂലൈ 2024 ലോഞ്ച് ആവുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോൺസിൻ്റെ പേരും സ്പെസിഫിക്കേഷനും പ്രൈസ് റേഞ്ചും ഒരു ലോഞ്ച് ചെയ്യുന്ന ഡേറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് മോട്ടോറോള. മോട്ടോറോളയുടെ മോട്ടോ റൈസർ 50 അൾട്രയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വേർഷൻ ആയിരുന്നു മോട്ടോയുടെ മോട്ടോ റൈസർ 40 അൾട്ര. ബേസിക്കലി ഒരു ഫ്ലിപ്പ് ഫോണാണ്. ഏറ്റവും ലാർജസ്റ്റ് കവർ ഡിസ്പ്ലേ തരുന്നൊരു, അതായത് ഔട്ടർ ഡിസ്പ്ലേ തരുന്നൊരു ഫോണായിരിക്കും ഇത്. ഇതിൻ്റെ ഔട്ടർ ഡിസ്പ്ലേ വരുന്നത് 4 ഇഞ്ചസ് ആണ്. മെയിൻ ഡിസ്പ്ലേ വരുന്നത് 6.9 ഇഞ്ചസ് ആണ്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ പറഞ്ഞായിരുന്നു ഇനി വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു 8S Gen 3 പ്രോസസ്സർ തന്നെയായിരിക്കും ഉണ്ടാവുക. 50 മെഗാ പിക്സലിൻ്റെ ഒരു ഡ്യുവൽ കാം സെറ്റപ്പ്, 4000 mAh ഒരു M1 ബാറ്ററി ഇതിനകത്ത് സെറ്റപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു 70,000 to 75,000 ഇതിൻ്റെ പ്രൈസ് വരിക. മോട്ടോ പറ്റി പറയുകയാണെങ്കിൽ മോട്ടോ ഇപ്പോൾ നല്ല രീതിക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലിപ്പ് ഫോണും ഫോൾഡ് ഫോണും നല്ല ക്യാമറ പെർഫോമൻസ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്ത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ തന്നെ എത്താൻ ശ്രമിക്കുന്നുണ്ട് മോട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനലും നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ചാനലാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ ബ്രാൻഡും മോട്ടോ തന്നെയാണ്. മോട്ടോയുടെ G85 ജൂലൈയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മുന്നത്തെ വേർഷൻ ആയിരുന്നു G84. സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു 144 ഹെർട്സിന്റെ ഒരു POLED ഡിസ്പ്ലേ തരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 6S Gen 3 പ്രോസസ്സറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള സോണി ലൈറ്റിയ ക്യാമറയാണ് ഇതിൻ്റെ അകത്തുള്ളത്. 18,000 അല്ലെങ്കിൽ 19,000 നമുക്ക് ഈ ഒരു മോട്ടോ G85 പർച്ചേസ് ചെയ്യാൻ പറ്റും. CMS ഫോൺ 1. നിങ്ങൾ CMS എന്ന് പറഞ്ഞ ബ്രാൻഡ് കേട്ടിട്ടുണ്ടാവും. ടെക് റിലേറ്റഡ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം CMS എന്ന് പറഞ്ഞ ഒരു ഹെഡ്ഫോണും ഇയർബഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു നത്തിങ്ങിന്റെ ഒരു സബ് ബ്രാൻഡാണ് CMS. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ നിങ്ങൾക്ക് അറിയാമല്ലോ, നത്തിങ് ഫോൺ 1 ഇപ്പോൾ ലോഞ്ച് ചെയ്ത് 2A. നത്തിങ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് CMS എന്ന് പറഞ്ഞ സബ് ബ്രാൻഡിനെ ഒന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടായിട്ട് CMS ഫോൺ 1 ഇപ്പോൾ ലോഞ്ച് ചെയ്യാണ്. CMSന്റെ വാച്ചും അതേപോലെ തന്നെ നെക്ക് ബാൻഡ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CMS 1ന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പ്രോസസർ എന്ന് പറയുന്നത് Dimensity D7200 അല്ലെങ്കിൽ 7300. പിന്നെ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 5000 mAh ഒരു ബാറ്ററി, പിന്നെ 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു 20,000 അണ്ടറിലായിരിക്കും വരിക. നത്തിങ് ഒരു വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ബ്രാൻഡാണ്. അതുകൊണ്ടാണ് നത്തിങ്ങിന്റെ ബാക്ക് പാനലൊക്കെ ട്രാൻസ്പെറൻ്റ് ആക്കി കൊണ്ടുവന്നത്. അതേപോലെ തന്നെ CMS 1ന്റെ അകത്ത് അവർ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബാക്ക് പാനൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പഴയ റേഡിയോയിലൊക്കെ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു സൗണ്ട് വോളിയം കൂട്ടാൻ വേണ്ടി ഒരു നോബൊക്കെ ഉണ്ടാവും പഴയ കാറിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നു. പിന്നെ ഇത് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ലോവർ മിഡ് റേഞ്ചിലുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു CMS 1 എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു നത്തിങ് ഓയിസിലുള്ള ഒരു ഫോൺ ഒരു 20,000 അണ്ടറിൽ കിട്ടുമെന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ അടുത്തൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ഓപ്പോ. ഓപ്പോയുടെ ഫോട്ടോസ് എടുത്താൽ നമുക്ക് വെളുത്ത് തുടുത്തിരിക്കുന്ന ഒരു ഫോട്ടോസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓപ്പോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോണാണ് റെനോ സീരീസിന്റെ Reno 12. അതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 120 ഹെർട്സിന്റെ ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. Dimensity 7300 ആയിരിക്കും. 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. ഈ ഒരു സ്മാർട്ട് ഫോണിന് 5000 mAh ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. Reno 12ന്റെ അകത്ത് തന്നെ Reno 12ഉം 12 Proയും കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 12ന്റെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അണ്ടർ 30,000 വരിക. പിന്നെ Reno Pro സീരീസ് ആണെങ്കിൽ ഒരു 40,000 അണ്ടർ തന്നെ കിട്ടും. സാംസങ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു കിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാംസങ് ആണ് ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ, ടോപ്പ് ലെവൽ ആൻഡ്രോയിഡ് ഫോൺസ് ലോഞ്ച് ചെയ്യുന്നത്. സാംസങ്ങിന്റെ ഒരു S25 അൾട്ര അടുത്ത വർഷം ജനുവരിയിൽ ലോഞ്ച് ആവും. അതൊരു 8K കിങ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. സാംസങ് ഗാലക്സി ഫ്ലിപ്പ് 6ഉം ഫോൾഡ് 6ഉം. ഈ ഫ്ലിപ്പ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലോട്ട് തുറക്കാൻ കിടക്കാൻ പറ്റുന്ന ഫോണായിരിക്കും. ഇനി ഫോൾഡ് എന്ന് വെച്ചാൽ ഒരു ബുക്ക് പോലെ തുറക്കുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും അതിൻ്റെ. ഈ ഒരു ഫ്ലിപ്പ് 6ന്റെ അകത്തും ഫോൾഡ് 6ന്റെ അകത്തും വലിയ രീതിക്ക് അപ്ഗ്രേഡ് ഒന്നും വന്നിട്ടില്ല. യൂഷ്വലി പ്രോസസ്സർ ഒരു അപ്ഗ്രേഡ് വരും. 8S Gen 3 ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തത് ഫ്രം സ്നാപ്ഡ്രാഗൺ. ഫോൾഡ് 6ന്റെ ഔട്ടർ ഡിസ്പ്ലേ 0.1 ഇഞ്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫോൾഡിന്റെ പ്രൈസ് വരെ ഒരു ഏകദേശം ഒരു 1.5 lakhs to 1.6 lakhs ആയിരിക്കും. ഫ്ലിപ്പിന് ഏകദേശം ഒരു 1 lakh തന്നെയായിരിക്കും. ഇതിന്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് July 10th ആണ്. ഇത് കൺഫേംഡ് ഡേറ്റ് ആണ്. കൂടെ തന്നെ സാംസങ്ങിന്റെ ബഡ്സും വാച്ചും കൂടെ ലോഞ്ച് ചെയ്യും. ബഡ്സിന്റെ അകത്ത് ബഡ്സ് 3യും അതേപോലെ തന്നെ ബഡ്സ് 3 പ്രോയും. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡും സാംസങ്ങിനാണ്. സാംസങ്ങിന്റെ M34 ആണ്. ഇതിന്റെ തൊട്ട് മുന്നേ ലോഞ്ച് ചെയ്തിട്ടുള്ള മോഡലായിരുന്നു M34. ഈ M34 എന്ന് പറയുന്ന ഒരു ഡീസന്റ് ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതിൻ്റെ അകത്ത് വരുന്നത് നോച്ച് ഡിസ്പ്ലേ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് അതായത് M35ന്റെ അകത്ത് സാംസങ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രോസസർ
യൂഷ്വലി സാംസങ് കൊടുക്കാറുള്ളത് എക്സിനോസ് ആണ്. എക്സിനോസ് 1380 ആണ് ഇതിൻ്റെ അകത്തുള്ള പ്രൊസസ്സർ. 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ അഡ്വാൻറ്റേജ്, അതായത് നിങ്ങളിപ്പോൾ ഒരു ബാറ്ററി സെൻറ്ററിൽ നിങ്ങൾക്ക് വലിയ പെർഫോമൻസ് ഒന്നും വേണ്ട, പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിക്ക് ബാറ്ററി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ഇതിനകത്ത് വരുന്നത് 6000 mAh ഒരു ബാറ്ററിയുടെ പവർ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിനകത്ത് പക്ഷേ ചാർജിങ് കോസ്റ്റ് സ്ലോ ആയിരിക്കും. 25 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 20,000, അതായത് 18,999 അല്ലെങ്കിൽ 19,999 ഒക്കെ ആയിരിക്കും. ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ ലാസ്റ്റ് തന്നെയായിരിക്കും. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് വിവോ. വിവോയുടെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആണ് വി സീരീസ്. കാരണം അതൊരു ക്യാമറ സെൻട്രിക് ഫോണാണ്. വി സീരീസിൽ തന്നെ ഫോണായിരുന്നു V30 Pro. 40 എന്ന് പറയുന്നത് വിവോയുടെ തന്നെ X100 എന്ന് പറയുന്ന ഒരു ഫോണായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഇത് തരുന്നത്. അതേപോലെ തന്നെ ഇത് സീസുമായിട്ടൊരു കൊളാബറേഷൻ നടത്തുന്ന നല്ലൊരു അടിപൊളി ക്യാമറ തന്നെയാണ് വിവോ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേർവ്ഡ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 7 Gen 3 പ്രൊസസ്സർ, പിന്നെ ഒരു 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5500 mAh 80 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്ററി ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. പ്രൈസ് നമുക്കൊരു 30,000 അല്ലെങ്കിൽ 35,000 അടുത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഐക്യൂയുടെ തന്നെ IQ C9 Lite ആണ് ഈ ഒരു ജൂലൈ മാസത്തിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 120 Hz ഒരു LCD ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗണിന്റെ 6 Gen 1 പ്രോസസ്, 50 മെഗാ പിക്സൽ ഒരു ഡ്യുവൽ ക്യാം സെറ്റപ്പ്, 5000 mAh ഒരു 60 വാട്ട് ചാർജറും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 15,000 അണ്ടറിലായിരിക്കും ഇതൊരു C9 Liteന്റെ ഒരു പ്രൈസ് വരിക. ഒരു ജൂലൈ മിഡ് അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റിനുള്ളിൽ ഈ C9 Lite ലോഞ്ച് ചെയ്യും. നിങ്ങളൊരു OnePlus ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഫോണായിരിക്കും ഈ OnePlusന്റെ Note 4. ആക്ച്വലി ഒരു 2 മാസം മുന്നേ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണായിരുന്നു ഇത്. ഞാനും കുറച്ച് കാലമായിട്ട് ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 Hz ഒരു AMOLED ഡിസ്പ്ലേ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 5500 mAh ഒരു ബാറ്ററിയും പിന്നെ ഒരു 100 വാട്ട്സിന്റെ ചാർജിങ് കൂടെ OnePlus ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗണിന്റെ 7+ Gen 3 പ്രൊസസ്സർ ആണ്. പ്രൈസ് നമുക്കൊരു 35,000 അണ്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒരു ലോഞ്ച് വരുന്നത് ജൂലൈ ലാസ്റ്റ് വീക്കിലായിരിക്കും. ഷവോമിയുടെ ഭാഗത്ത് നിന്ന് Redmi 13 5G വരാൻ ചാൻസ് ഉണ്ട്. ഒരു 120 Hz LCD ഡിസ്പ്ലേ 5000 mAh ഒരു 33 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നു. ബഡ്ജറ്റ് റേഞ്ചിൽ 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഫോണാണിത്. ക്യാമറ നോക്കുകയാണെങ്കിൽ 108 മെഗാ പിക്സൽ ഒരു ക്യാമറ സെൻസറോട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗണിന്റെ 4th Gen 3 പ്രൊസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. യൂഷ്വലി ഷവോമി ഒരു പുതിയ ഫോൺ ഇറക്കുമ്പോൾ പോക്കോയും ഒരു ഫോൺ ഇറക്കും. ഹാർഡ്വെയറിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ മൈനർ ഡിസൈൻസിൽ മാത്രമേ ചേഞ്ച് വരാറുള്ളൂ. അതുപോലെ തന്നെ പോക്കോയുടെ M6 Plus ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 120 Hz ഒരു LCD ഡിസ്പ്ലേ ആണ്. പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 to 12,000 അണ്ടറിലായിരിക്കും വരിക. ബഡ്ജറ്റ് റേഞ്ച് 5G സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതും കൂടെ കൺസിഡർ ചെയ്യാം, പോക്കോയുടെ M6 Plus. അപ്പോൾ ഈ ഒരു ജൂലൈ മാസത്തിൽ തന്നെ ഹോണറിൻ്റെ ഒരു ഫോൺ കൂടെ ലോഞ്ച് ആകുന്നുണ്ട്. ഇതിൻ്റെ മുന്നത്തെ ഒരു വേർഷൻ ഉണ്ട്, ഹോണർ 90 എന്ന് പറയുന്നത്. അത് അത്ര ക്ലിക്കായില്ല, ഏകദേശം തകർന്ന അവസ്ഥയിലാണ് ഹോണറിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോഴാണ് ഹോണറിൻ്റെ അടുത്ത് ഹോണർ 200 എന്ന് പറഞ്ഞൊരു ഫോൺ കൂടെ ലോഞ്ച് ആകുന്നത്. ഹോണർ 90 ആണെങ്കിൽ അതിൻ്റെ ആഡ് ക്യാമ്പിനൊക്കെ വളരെ ക്രിഞ്ചി ആയിരുന്നു. കാരണം വാൾനട്ടൊക്കെ ഫോൺ കൊണ്ട് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്ന ഒരു കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആയിപ്പോയി, ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ പ്രൈസൊക്കെ കുറക്കാൻ വേണ്ടി ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫർ, ഡെബിറ്റ് കാർഡ് ഓഫർ, ആ ബാങ്ക് ഒരുപാട് ബാങ്ക്സ് ഓഫേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഹോണർ 90യുടെ പ്രൈസൊക്കെ താഴോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ ഒരു 200 കൂടെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ മാർക്കറ്റിൽ നിന്ന് ഹോണർ ഔട്ട് ആവേണ്ടി വരും. എനിവേ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേർവ്ഡ് OLED ഡിസ്പ്ലേ ആണ് ഹോണർ 200ന്റെ അകത്ത് കൊണ്ടുവരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5200 mAh ഒരു ബാറ്ററി കൂടെ കൊണ്ടുവരുന്നുണ്ട്. പ്രൈസ് എന്തായാലും ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. പിന്നെ ഈ കാർഡൊക്കെ വെച്ചിട്ട് ഒരു നമുക്ക് 25,000 to 30,000 അണ്ടറിൽ നമുക്ക് കിട്ടും. പെക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇതിൽ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ സാംസങ് ഗാലക്സി S24 Ultra'യുടെ കുറച്ച് ലീക്സ് ആൻഡ് റൂമേഴ്സ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ദിസ് ഈസ് ദ ഡിവൈൻ കാസ്റ്റ് സൈനിങ് ഓഫ്.